കമ്മല് കാണിക്കും അതുക്കൊതു അതല്ല ശ്രീലോകന്റെ വേറൊരു ശ്രീ ഇല്ലേ ശ്രീലോകി കൃഷ്ണശ്രീ രണ്ടുപേരും മാറിപ്പോ കൃഷ്ണശ്രീ ശ്രീലോക അസ്മിൻ മരിയ കുറേ പേരോട് പറയാറുണ്ട്. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്നിടാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. ഇന്നും വ്ളോഗാണല്ലേ? അപ്പോൾ ഇന്നും വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത മാസം എൻ്റെ അനിയൻ്റെ കല്യാണമാണ് പറഞ്ഞിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഒരാളൊരു ഡ്രസ്സ് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. എനിക്കല്ല, എൻ്റെ കൂടെ അത് വരുന്നുണ്ട്. അവൾക്കിന്ന് സ്റ്റഡി ഹോളിഡേ ആണ്. അപ്പോൾ അവൾക്ക് കല്യാണത്തിനിടാനുള്ള ഒരു ഡ്രസ്സ് സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കുഞ്ഞു ഷോപ്പിംഗ്. അപ്പോൾ അവളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കുന്നോളത്തേക്കാണ്. കുന്നോളത്ത് ഇപ്പോൾ മെറ്റീരിയൽസിന് മാത്രമായിട്ട് വലിയൊരു ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. ക്വീൻ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അടിപൊളി 3 നിലകളിലായിട്ട് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസാണ്. സൂപ്പർ കളക്ഷനുമാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്, ക്വീനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കി വെക്കണം. കാരണം മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാനൊക്കെ നമുക്ക് ടൈം വേണമല്ലോ. അപ്പോൾ എൻ്റെ ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾക്കുള്ള സെറ്റാക്കണം. അപ്പോൾ അവളുള്ള സമയത്തല്ലേ അത് അവൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനൊക്കെ പറ്റില്ല. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അവൾക്ക് ലീവാണ്. ആദ്യക്കുട്ടം പോയിക്കുന്നു, അവൾക്ക് ഇന്ന് ലീവാണ് കേട്ടോ. അതിന് ലീവാണ്. അപ്പോൾ അവളെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ. ലാസ്റ്റ് കാണിക്കണ്ട, അതന്ന് എല്ലാവരും കണ്ടാൽ മതി. ഞാൻ സാരിയാണ്, കാരണം എൻ്റെ ഓൾറെഡി ഒരു സാരി ഉണ്ട്. ഞാൻ ആ സാരി കൊടുക്കുന്നത് റിസപ്ഷൻ ആണെങ്കിലും എൻ്റെ ഒരു ഓൾറെഡി ഉള്ള ഗൗണാണ് ഞാൻ ഇടുന്നത്. ഞാൻ വേറെ മേടിക്കണമെന്നില്ല. കാരണം കല്യാണത്തിനായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തൊരു ഗൗൺ ഉണ്ടായിരുന്നു 2 വർഷം മുന്നേ. അന്ന് റിസപ്ഷൻ ഇട്ടിട്ട് അവിടെ വെച്ചതാണ്. പിന്നെ ആ ഗൗണ് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ വീണ്ടും പൈസ മുടക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ സെയിം ആ ഗൗൺ അതന്നെ റിസപ്ഷൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പാടത്താണ്, അതിനൊരു പാടത്താണ്. അതൊരു ഡ്രസ്സ് എടുക്കാൻ പോവാണ് ക്യൂനിൽ. അപ്പോൾ തോട്ടയം നല്ല വെയിലുണ്ട്. 10 സമയം ഉണ്ണിയേട്ടൻ്റെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പോവതു ഓക്കെ. അതിന് മൊന്നും കാണാനില്ല. എൻ്റെ മൊണ്ട കാണില്ല, നല്ല വെയിൽ. അങ്ങനെ നമ്മൾ കുന്നംകുളം HNC ബുക്ക് സ്റ്റാളില്ലേ, അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാൻ സാധാരണ വണ്ടി വയ്ക്കാറുള്ളത് കേട്ടോ. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് റോഡ് തിരക്കും കാര്യങ്ങളൊക്കെ അല്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ നടന്നാൽ മതിയല്ലോ. നല്ല വെയിലായിരുന്നു. അങ്ങനെ ഗുരുവായൂർ റോഡിനാണ് നമ്മുടെ ക്യൂനുള്ളത് കേട്ടോ. 3 നിലകളിലായിട്ട് അടിപൊളിയായിട്ട് റണ്ണിങ് മെറ്റീരിയൽ കളക്ഷൻ ഷോപ്പാണ് കേട്ടോ നമ്മുടെ ക്യൂൻ എന്ന് പറയുന്നത്. സൂപ്പർ കളക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും അവിടെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവളെടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ്. പാവാട വേണ്ട, കാരണം സ്കേർട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്കൊരു ടോപ്പും അതുപോലെ തന്നെ ഒരു ദാവണി ഷോളാണ് നമ്മൾ എടുത്തത്. അങ്ങനെ താഴത്തെത്തി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫാൻസി ഷോപ്പിലേക്കാണ് കേട്ടോ. കാരണം വള, മാല, കമ്മൽ, അങ്ങനെ അൽക്കൊലത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അവിടുത്തെ കമ്മൽ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് സ്റ്റക്കായി എന്നതുള്ളത് സത്യമാണ്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഒരു ജുംക്ക എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. ആവശ്യമില്ലെങ്കിലും ഒരു കമ്മൽ ഞാൻ കൈ പിടിക്കും. അതെന്തോ കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവിടുത്തെ കളക്ഷൻ, അയ്യോ ഇത്രയും നല്ലൊരു കളക്ഷൻ കുന്നംകുളത്ത് ഇല്ല എന്ന് പറയാം. അത്രയും കളക്ഷനാണ് കേട്ടോ. കുപ്പിവളകൾ, മാല, വള, കമ്മൽ, ഇത് ഡ്രസ്സ് വെച്ചിട്ടാ. ഫസ്റ്റ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ കോസ്മെറ്റിക് ഐറ്റംസ്, ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ നമ്മുടെ ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കമ്മലാണ് ഞാൻ എടുത്തിട്ട്. ബാക്കി ഉള്ള ഒരുവിധം കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് എടുത്തത്. പിന്നെ അവൾക്കുള്ള മാലയും സംഭവങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അവൾക്കുള്ള ചെരുപ്പ് നോക്കാനാട്ടോ. അതൊന്ന് ചെരുപ്പ് നോക്കുകയാണ്. അതൊന്ന് കല്യാണത്തിനിടാൻ നല്ല ചെരുപ്പ് വേണം. അപ്പോൾ ചെരുപ്പ് നോക്കണേ. അങ്ങനെ നമ്മൾ ചെരുപ്പ് മേടിച്ചു, അതുപോലെ ഫാൻസി മേടിച്ചു, ഡ്രസ്സ് മേടിച്ചു. ഇനി അതും എന്താണ് ഇനി എന്താ ഷേക്ക്. കുന്നംകുളത്തിൻ്റെ ചെറിയ വീതിയിലൂടെ ഞങ്ങൾ മഞ്ഞ ഭംഗിയുണ്ടല്ലോ കാണാൻ അല്ലേ. പിന്നെ സോക്സ് മേടിക്കേണ്ടായിരുന്നു സ്കൂളിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. അയ്യോ, ഇനി നമ്മൾ പോവാം. നമ്മുടെ സ്കൂട്ടി ഇതായിരിക്കും. പിന്നെ പോണ വഴിക്ക് നമ്മൾ ഓറഞ്ച്, അതായത് 3 കിലോ 100 രൂപയ്ക്ക് ഓറഞ്ച് കണ്ടിട്ട് നമ്മൾ 3 കിലോ ഒന്നും മേടിച്ചില്ല, 1 കിലോ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം സമയം ഏകദേശം 1 മണിക്ക് ആവാറായിരിക്കുന്നു. അപ്പം നമ്മൾ ജ്യൂസ് വേൾഡിൽ കയറിയിട്ട് നല്ലൊരു അടിപൊളി മോൺസ്റ്റർ ഷേക്ക് അടിക്കാൻ പോവാണ് കേട്ടോ. ഇനി ഫുഡൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ മോൺസ്റ്റർ ഷേക്കാണ് അടിക്കാൻ പോണത്.
അപ്പോൾ അവിടെ മെനു കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കണമെന്ന് മേടിച്ചില്ല, കാരണം മോൺസ്റ്റർ അടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ. നമ്മളങ്ങനെ ജ്യൂസ് വേൾഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ജ്യൂസ് വേൾഡിൽ വന്നിട്ട് നമ്മൾ 2 മോൺസ്റ്ററും ഒരു ഫ്രൈസുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മോൺസ്റ്റർ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിലൊന്നും വേണ്ട, ഇപ്പം തന്നെ സമയം 1:30 ഈ സമയം. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യും തോന്നുന്നു, നല്ല മഴക്കാറ്. അതൊരു ഭയങ്കര വെള്ളം താറും. അപ്പം ഞങ്ങൾ വെള്ളം മേടിച്ചിരിക്കുക കേട്ടോ. ചൂടില്ല. കുട കത്തിക്കോ, കുട മാറ്റി കുട മാറ്റി. എനിക്ക് ഷേക്കില്ലേ മോൺസ്റ്റർ ഷേക്ക്. ഹെവി വയറ് ഫില്ലായി. ഇത്രയും ബാക്കിയായിരുന്നു. അതും നല്ല പോളിങ്ങാണ്. അതും ഈ മോൺസ്റ്റർ ഭയങ്കര ഹെവിയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് കേട്ടോ. ഞങ്ങൾ ഫ്രൂട്ട് ബേയിൽ മോൺസ്റ്റർ ഷേക്ക് ഓർഡർ ചെയ്തിട്ട് എൻ്റെ അമ്മോ ഹെവിയാണ്. അതും മോൺസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു പറയും. മോൺസ്റ്റർ കുറേ കാലം നമ്മൾ കുറേയില്ലേ മോൺസ്റ്റർ കുടിച്ചിട്ട്, കുറേ. എൻ്റെ പാമ്പാ അല്ലല്ലോ, കൊക്കിൻ്റെ തല മാത്രം കൊണ്ടൊക്കെയാണ്. മോൺസ്റ്റർ ഹെവിയാണ്. അയ്യോ ദൈവമേ, മത്തടിക്കുക. അതുകൊണ്ട് ഞാനും അതും കൂടി ഇന്നൊരു തീരുമാനം എടുത്തു. പറയാതെ പറയ തീരുമാനം പറയടി. അത് കൊതുവാ, അത് കൊതു. ലോ ബാറ്ററി. അതായത് ഞങ്ങൾ ഇന്ന് തീരുമാനം എടുത്തു, നാളെ മുതൽ ഞാനും അതും ഷുഗർ കട്ടാണ്. ഞങ്ങൾ 1 വീക്കാണ് പ്ലാൻ ചെയ്യുന്നത്. 1 വീക്കിൽ ഞങ്ങളുടെ ഷുഗർ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും തുടർന്ന് പോകുന്നതായിരിക്കും. വെയിറ്റൊക്കെ സെറ്റാവും നോക്കിയോട്ടെ. അപ്പോൾ നാളെ ഞങ്ങൾ ദൃഢപ്രതിജ്ഞയാണ്, ഞങ്ങൾ ഷുഗർ കട്ടാണെന്ന്. ഇതിപ്പോൾ ഇന്ന് മോണിറ്റർ കുടിച്ചിട്ട് മത്തടിച്ചതിനുള്ള പ്രതിജ്ഞ എന്നൊക്കെ അറിയില്ല, പക്ഷേ ഞങ്ങൾ നാളെ ഷുഗർ കട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോട്ടെ. സമയം 2:40. വീട്ടിൽ ചെല്ലാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അതിന് പഠിക്കാണ്ട്, അതിന് പരീക്ഷ. ഞാൻ കിടക്കും, എനിക്ക് വയ്യ, തീരെ വയ്യ, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഓക്കെ കേട്ടോ. ഓക്കെ പറയൂ. അയ്യോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങളത് AC ഇട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അത് പൊട്ടിച്ച് നോക്കി നോക്കട്ടെ. അതൊരു നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെ ഞാൻ ആ കോട്ട് സെറ്റ് കാണിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര പർപ്പിൾ കളർ, ഇതിൻ്റെ ഇല്ലാത്തൊരു കളറാട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുന്നംകുളം അവിടെ സൈഡിൽ ഇങ്ങനെ ഡിസ്പ്ലേയിലിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മഞ്ഞയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ട നല്ല ഭംഗിയാണ്, നല്ല ക്ലോത്തുമാണ്, നല്ല തുണിയാണ്, കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, ഉള്ളിലുണ്ട് കളറുകൾ. അപ്പോൾ നോക്കിയപ്പോൾ ഈ പർപ്പിൾ ഉണ്ട് കണ്ടു. അപ്പോൾ ഈ പർപ്പിൾ ഇഷ്ടമായി, മഞ്ഞ എനിക്ക് ഇഷ്ടമായിട്ട്. മഞ്ഞ നല്ല ഭംഗി കാണാം. പിന്നെ 2 കൂടി എടുത്തില്ല, 1 എടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് പർപ്പിൾ ഇഷ്ടമായി, അപ്പോൾ പർപ്പിൾ ഇട്ടു. പിന്നെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ കാണിച്ചു കേട്ടോ. ഫാൻസിയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ കാണിച്ചിട്ട് സാധനങ്ങളൊക്കെ അത് തുറന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് അത് മേടിച്ചൊരു സംഭവമാണ് ഈ കാണിച്ചത്. അവളുടെ ബാംഗിൾസ് ചെയ്താണത്രേ, കണ്ട അവിടെ വെച്ച സംഭവം കേട്ടോ. കയ്യിൽ വെച്ചോട്ടെ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുകൊണ്ട് മേടിച്ചേട്ടാ. അത് മാല, അതുകൊണ്ട് ഇടാണ് മാല. അത് ചിരിക്കൂ.
ചിരിക്കും മിസ്റ്റർ. ഇതിന്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വിളിക്കും. കട്ടായില്ല. ഇത് അതിന്റെ തേടിനെ ചെയ്ത് കാണിക്കാതും കാണിക്കൂ ഇല്ല കണ്ട അതിന്റെ തേടിന് ചെയ്ത അതിന് വേണ്ടി മേടിച്ച അത്ര. അയ്യോ ഒരു കുട്ടിച്ചെറുപ്പ് അതിന്റെ മുഖം പോലുണ്ട്. പിന്നെ അത് മേടിച്ചത് എന്താ അറിയോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അയ്യോ കയ്യിൽ വെച്ചാൽ ശരിക്കും നിന്റെ കയ്യിലേക്ക് കയറ്റി വയ്ക്കണേ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സിമ്പിൾ അതിന് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് അതാ സിമ്പിൾ ജ്വല്ലറീസ്. പിന്നെ അത് മേടിച്ച് പൊട്ട്, അതും കനത്ത പൊട്ടതോട് കേട്ടോ. പിന്നെ അത് മേടിച്ചിട്ടാണ് കല്യാണത്തിനിടാനുള്ള മാല, ഇൻവിസിബിൾ ടൈപ്പ് തലവയിൽ കാണാൻ. അവളെ ധാവണി എടുക്കുന്നത്, ആ ധാവണി കാണിച്ചില്ല കേട്ടോ. ഇതാണ് എനിക്ക് മാല, അവൾ മേടിച്ച മാല. ഇത് പിന്നെ അൽക്കുലത്ത് സംഭവങ്ങളാണ്. അൽക്കുലത്ത് ഇത് എൻ്റെയാണ്. ഈ ബ്രിക്കും ഈ ഗ്രേയും എൻ്റെയാണ്. ഇത് രണ്ടെണ്ണം അതുണ്ട്. പിന്നെ നെയിൽ കട്ടർ മുഖ്യം. പിന്നെ അത് മേടിച്ച വള, അതിട്ട ധാവണി, അത് ധാവണി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ധാവണിൻ്റെ കളർ ഇതാണ്, നല്ല ഭംഗി കാണാൻ. ഈ കളറാണ് അതിൻ്റെ ധാവണി കളർ. പിന്നെ അത് മേടിച്ചത് ഇതെൻ്റെ ചീർപ്പാട്ടോ, ചീർപ്പുണ്ടായിരുന്നു, ചീർപ്പ് മേടിച്ചോളാം. ഇത് അതിൻ്റെ കമ്മൽ, നല്ല ഭംഗിയിലെ കാണാൻ, കഥകളി കമ്മൽ. ഇതാണ് അതുകൊണ്ട് കമ്മൽ. എന്നിട്ട് കമ്മലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതും എനിക്ക് തരും. അപ്പൊ പിന്നെ ഞാനാണ് അതിന് ഇഷ്ടമുള്ള കമ്മലുകൾ, അത് ഇടുന്ന കമ്മലുകൾ കാണിച്ചാണ്. അങ്ങനെ ക്യൂട്ട് ചെറിയ ചെറിയ കമ്മലുകൾ അതിന് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതും കമ്മലിടില്ല. പിന്നെ ഞാൻ എവിടെ പോലേക്ക് ഒരു കമ്മൽ മേടിച്ചില്ലെങ്കിൽ സമാധാനക്കേടായിട്ട് ഞാൻ അതൊരു കമ്മൽ മേടിച്ചു. ഒരു മനസ്സമാധാനക്കേടാ ഒരു കമ്മൽ മേടിച്ചില്ലെങ്കിൽ. അപ്പോൾ ഞാനൊരു കമ്മൽ മേടിച്ചു. ഇതെന്റെയാണ് കേട്ടോ. ഇത് അതുന് ഇയർ ചെയിൻ, അങ്ങനെ നമ്മളിടില്ലേ, ഇങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ ഇടില്ലേ. എൻ്റെ 3 ലെയറാണ്, അത് മേടിച്ചത് 2 ലെയറാട്ടോ. ഇത് അതുൻ്റെയാണ്. എനിക്ക് മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിനുള്ളത്. ഇത് അതുൻ്റെ കല്യാണത്തിനുള്ളത്. പിന്നെന്താ വെച്ചാൽ വള, ഈ വള തോന്നുന്നു ഇതെനിക്കാട്ടോ വള. എൻ്റെ കല്യാണത്തിൻ്റെ വള സാരിക്കുള്ള വളയാണ് കേട്ടോ. ഇതാ കുറച്ചെങ്കിലും നിനക്കൊന്നും തരില്ല, ഞാൻ വള. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ കുപ്പിയോടെ വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ പെയർ ചെയ്തിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ സാരിയുടെ കളർ ഇതാണ് കാപ്പി, ഒരു മുന്തിരി കളർ, ഒരു വൈൻ, ഒരു മെറൂൺ, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാച്ചായിട്ട് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ സാരി. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റാക്കാനാണ് കേട്ടോ. അത് നെയിൽ റിമൂവറാ. പിന്നതാ ഇതാണ് കേട്ടോ. എന്താ അറിയോ, ആംഗ്ലറ്റ്. അത് പാരസർ എന്ന് പറയും, ഞാൻ ആംഗ്ലറ്റ് എന്ന് പറയോ. രണ്ടെണ്ണം. ഇത് ഞാൻ എനിക്ക് മേടിച്ചാട്ടോ, എൻ്റെ കാലിടാനുള്ള. അയ്യനമ്മേ അത് കുതു, അത് പറയാണ് അമ്മ വീഡിയോ അത് കൊതു വിളിക്കരുത്. അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കൊതു കാണിക്ക്. ഇതാ പാർസർ, കാലിൻ്റെ പാർസറായിട്ടുള്ള വലിയ നല്ല ക്യൂട്ട് പാർസറാണ്. ഇത് നമ്മളെ സ്റ്റെയിൻലെസ് സംഭവമാണ്. അതുകൊണ്ട് എന്താ പറയുക, അത് കളർ പോലെന്നൊക്കെ അവർ പറയണു. അതാണ്. പിന്നെ എൻ്റെ ഹിപ്പ് ചെയിൻ അല്ല, എൻ്റെ ഇയർ ചെയിൻ കാണിച്ചല്ല, ഒരു അബദ്ധമാർക്ക് പറ്റും. ഇയർ ചെയിനിൽ ഈ സംഭവമില്ലേ എൻ്റെ കാണിച്ചത്, അതിൻ്റെ കാണിച്ചില്ല. അതിൻ്റെ 2 ലെയറാണ്. തുറക്കൂട്ടി എൻ്റെതാണ്. ഇതിങ്ങനെ ഇയർ ചെയിൻ കേട്ടോ. അതിൻ്റെ 2 ലെയറേ ഉള്ളൂ, എനിക്ക് 3 ലെയറാണ്. അമ്മയ്ക്ക് ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. ഇതെന്റെയാണ്. പക്ഷെ ഇത് ഞാൻ മേടിച്ചത് ചങ്ങനകുളത്ത് 130 രൂപയായിട്ടാണ്. 100. പക്ഷെ അതോടെ ഉണ്ടായിരുന്നില്ലേ ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് 130. ഇത് 3 ലെയർ ഉണ്ട്, 130 മേടിച്ചാണ്. അതിൻ്റെ ഇത് 2 ലെയറാണ്. ഇത് 2 ലെയറിന് 170 സംതിങ് ആയിട്ടും. ഇതിന്റെ 3 ലെയറിന് 200 സംതിങ് ഉണ്ട്. ഞാൻ വേണ്ട ഇതിനും. പിന്നെ എൻ്റെ കല്യാണത്തിനുള്ള കമ്മൽ കാണിച്ചാട്ടോ. കമ്മൽ കാണിക്കൂ. അത് കൊതു. അതിൻ്റെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിന് ഒരുപാട് അതിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. പേരൊക്കെ പറഞ്ഞതു പറയേ, അവരൊക്കെ കാണുന്നുണ്ട് വീഡിയോ. അല്ല, നിങ്ങൾ കാണുന്നില്ലേ വീഡിയോ? അതിൻ്റെ പറയും. അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് പറയാം. അസ്മിൻ, ശ്രീഹരി, സോറി ശ്രീലോക, അറിയാതെ ശ്രീഹരി അല്ലടാ, ശ്രീലോക. പിന്നെന്താണ് ഒരു ശ്രീ പറയേ, ഞാൻ വന്ന് പറയും. ശ്രീലോക,
എനിക്ക് കൊറേ ഫ്രണ്ട്സ്. അതല്ല ശ്രീലോകന്റെ വേറൊരു ശ്രീ ഇല്ലേ, ശ്രീലോകി കൃഷ്ണശ്രീ രണ്ടുപേരും മാറിപ്പോ. കൃഷ്ണശ്രീ, ശ്രീലോക, അസ്മിൻ, മരിയ, കൊറേ പേരുകൾ പറയാറുണ്ട്. പിന്നെ എന്തൊക്കെ പേരുകള് എല്ലാരും പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ എല്ലാരും അവരുടെ പേര് പറഞ്ഞില്ല പറയോ. നിങ്ങളുടെ പേരൊന്നും അത് പറഞ്ഞില്ല, പറയാതു കൊറേ ഉണ്ട് എത്ര. അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീട്ടിൽ വിളിക്കാൻ അതൊക്കെ ഒതുന്നാണ്. അതൊക്കെ അതായിട്ട് എന്റെ കമ്മല് കാണിച്ചാൽ പറ്റില്ല. അതിന്റെ ഇടയിൽ ഇതാണ് ഞാൻ കല്യാണത്തിന്റെ കമ്മൽ. നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ട് കമ്മൽ ഉണ്ടോ, അടിപൊളിയല്ല. മാളെ ഞാൻ കാണിച്ചെന്നില്ലേ, അതിന്റെ കമ്മൽ അത് കാണിച്ചിട്ട് പെയർ ചെയ്തിട്ട് കാണിച്ചിട്ട്. ഇങ്ങനെയാണ് അതിന്റെ കമ്മല്, പർപ്പിൾ കമ്മലില് ഇങ്ങനെ 2 ലെയർ. ഇതിങ്ങനെ അതിന്റെ ചെവിയുടെ അവിടെ ഇങ്ങനെ വരും. നല്ല ഭംഗിയുടെ അടിപൊളിയാണ് കേട്ടോ. ഈ കമ്മലിക്ക് ഇഷ്ടമായി. എവിടെ പോയാലും കമ്മലിന്റെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്മല് മേടിച്ചില്ലെങ്കിൽ സമാധാനക്കേട് എന്താവോ. എന്താണ് അവിടെ കളക്ഷൻ്റെ പൊന്നു മക്കളെ. എന്താ പേര്, സ്ഥലത്തിന്റെ പേര്? മിസ്ബാ ഫാൻസി, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. അടിപൊളിയാണ് കേട്ടോ. ഒരു വലിയൊരു ഫാൻസിയുടെ ഒരു മായാലോകം. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലൊക്കെ ഞാനാണ്ട് ചെന്നപ്പോൾ എനിക്ക് എന്തെടുക്കണം ഏതെടുക്കണം കൺഫ്യൂഷനായിരുന്നു. എന്താണ് കളക്ഷൻ, എന്താണ് വെറൈറ്റി ഓഫ് കളക്ഷൻ. അടിപൊളിയാണ്. കുപ്പിവളകളുണ്ട്, എല്ലാം എല്ലാം എല്ലാം. കോസ്മെറ്റിക്സ് ഐറ്റംസ്, ബ്യൂട്ടി പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്. ഒറ്റ കൊടക്കിൽ എന്ന് പറയും. കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്ത് രസമാണ് കാണാൻ വെച്ചാൽ അറിയോ. അങ്ങനെ വലിയ വില എന്ന് പറയാനൊന്നുമില്ല, നോർമൽ നമ്മൾ എല്ലായിടത്തും കാണുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു കമ്മലെടുത്താണ്. എനിക്ക് എന്തായാലും കമ്മലിൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും കമ്മൽ എവിടെ കണ്ടാലും ഒരു കമ്മലെടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അതിൻ്റെ കമ്മലെടുത്താണ് കേട്ടോ. അങ്ങനെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ കമ്മല. എൻ്റെ കല്യാണത്തിൻ്റെ സാരി ഞാൻ കല്യാണത്തിന് അന്നേ കാണിച്ചുള്ളൂ, ഇപ്പോൾ കാണിച്ചല്ലേ. ഈ കളറാണ്, ഈ ഒരു കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. ഈ കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു കുപ്പിയോളല്ലേ, ഈ കുപ്പിയോളയുടെ ഏകദേശം ഒരു കളറാണ് എൻ്റെ സാരി. കല്യാണി കോട്ടൺ സാരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതും ഇതേപോലെ ചങ്ങനകുളത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ ഈ ഒരു കമ്മൽ കണ്ടു. അപ്പോൾ ഈ ഒരു കമ്മൽ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചൊരു കമ്മലാട്ടോ. നല്ല ഭംഗിയില്ല, മയിൽപ്പീലി കമ്മൽ. സെറ്റ് മുണ്ടിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ, കണ്ടോ, സൂപ്പറായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഡേ ഔട്ട് വിത്ത് അതുല്യ അതു. അപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങട്ടെ. എ സി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. എ സി ഒക്കെ ഇട്ടിട്ട് നല്ല കൂളായിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് കിടന്നുറങ്ങുക. അത് നോക്കിയൊക്കെ ഭംഗിയുണ്ടോന്ന്. ഇനി ഒന്ന് കിടന്നുറങ്ങട്ടെ കേട്ടോ. പക്ഷേ കമ്മൽ ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് എൻ്റെ ഈ പർപ്പിൾ കളറ്, എൻ്റെ കോട്ട് സെറ്റ് കളറാണ് അതുവോ. അപ്പം എനിക്ക് കോട്ട് സെറ്റിൻ്റെ കമ്മലായി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. അതിൻ്റെ ഡ്രസ്സ് നമ്മൾ കാണിച്ചാണല്ലോ, ഈ കളറ് ആണ് അത് മറ്റേ കല്യാണത്തിനിടുന്നത്. പാവാട നമ്മൾ ഓൾറെഡി എടുത്ത കാരണം ആ പാവാട തന്നെയാണ്. ഒരു വൈറ്റ് പാവാട, ഓഫ് വൈറ്റ് പാവാടയ്ക്ക് അതും ഒരു ഷോൾ എടുത്തിട്ട്, ഷോളിന് ചെറുതായിട്ട് വർക്ക് ചെയ്യണം, പ്ലെയിൻ ഷോളാണ് എടുത്തത്. അപ്പോൾ അതായി. പിന്നെ അപ്പോൾ അതിന് റിസപ്ഷൻ ഇടാനുള്ള ഒരു പാവാട ഉണ്ടായിരുന്നു, അതിലേക്കൊരു ടോപ്പ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സെറ്റായി. അങ്ങനെയൊക്കെയാണ്, ഭംഗിയുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക. നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരോടും ബൈ. ഞാൻ ഒന്ന് കിടന്ന്